ശരിക്കും ഈ കേസ് ഇപ്പോൾ ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? താങ്കൾ ഈ കേസിന്റെ പിന്നാലെ കുറെ കാലമായോ കൂടിയിട്ട്? ഞാൻ ഏതാണ്ട് 2021 തൊട്ടിട്ടാണ് ഈ ഏത് സാഹചര്യത്തിലാണ് ഈ നിമിഷപ്രിയയുടെ കേസിലേക്ക് താങ്കൾ വന്നത്? നിമിഷപ്രിയയുടെ കേസ് വരുന്നത്, നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് 2017 ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനയിൽ, യമനിലെ സനയിൽ വെച്ച് അറസ്റ്റിലാവുന്നത്. അതിനുശേഷം ഏതാണ്ട് വിചാരണ നടക്കുന്ന സമയത്ത് 3 വർഷം നിമിഷപ്രിയയുടെ കേസ് പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ വിശേഷിപ്പിക്കാറുള്ളത് ഒരു യുദ്ധത്തിന്റെ ഇര എന്നുള്ള നിലയ്ക്കാണ്. കാരണം ഈ കാലഘട്ടത്തിൽ അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയമായിരുന്നു യമനിൽ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായി നിമിഷയ്ക്ക് ഒരു ലീഗൽ ഡിഫൻസ് കിട്ടിയിട്ടില്ല. അവിടെ ആവശ്യമായ നിയമസഹായം ലഭിക്കുകയോ, അവിടെ അറബിയാണ് ഔദ്യോഗിക ഭാഷ, നിമിഷയ്ക്ക് അറബി അറിയില്ല. അപ്പോൾ ഈ പലതരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾക്കകത്ത് നിമിഷ ഒപ്പുവെക്കാൻ ഇടയുണ്ടാവുന്നു. കുറ്റസമ്മതമൊഴി ഉൾപ്പെടെയുള്ള രേഖകൾക്കകത്ത് ഒപ്പുവെക്കുന്നു. അങ്ങനെ ആവശ്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ നിമിഷ വിചാരണ ചെയ്യപ്പെടുകയും വിചാരണ കോടതി 2020 നിമിഷയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ആ വധശിക്ഷ വിധിക്കുന്ന സമയത്ത് ആ വാർത്തയാണ് പുറം ലോകം അറിയാൻ വേണ്ടി ഇടയാക്കുന്നത്. ആ വാർത്ത ചില മലയാള മാധ്യമങ്ങളിൽ വരികയും അതുവഴിയാണ് ഞങ്ങൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിക്കുന്നത്. ഇതിനകത്ത് വിവിധ ജനപ്രതിനിധികളുണ്ട്. ലോക കേരള സഭാംഗങ്ങളാണ് ഇതിനകത്ത് കാര്യമായി മുൻകൈ എടുത്തത്. അങ്ങനെ 2020 തൊട്ട് തുടങ്ങിയ നിയമ പോരാട്ടമാണിത്. അന്ന് 2020 വിചാരണ കോടതി ശിക്ഷിക്കുന്ന സമയത്ത് പിന്നീട് ഫസ്റ്റ് അപ്പലേറ്റ് കോടതി, നമ്മുടെ ഹൈക്കോടതി പോലെ അവിടുത്തെ അപ്പീൽ കോടതി മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും അതിനെ തുടർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് എംബസി വഴി ഒരു കൗൺസിലിനെ, ഒരു അഭിഭാഷകനെ വെക്കുകയും തുടർന്ന് അപ്പീൽ നൽകുകയും ചെയ്തു. വിചാരണ കോടതി വിധിക്കകത്ത് നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയയാക്കുക എന്നുള്ള വിധിയാണ് വിചാരണ കോടതി 2020 നൽകിയത്. തുടർന്ന് നൽകിയ അപ്പീലിനകത്ത് ഈ വിചാരണ കോടതി വിധി ശരിവെക്കുന്ന സമയത്ത് തന്നെ നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഭാഗികമായി നിമിഷപ്രിയയുടെ അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തുറന്നു നൽകിയത് അപ്പീൽ കോടതിയാണ്. ഈ അപ്പീൽ കോടതി വിധി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്ലഡ് മണി എന്ന വിധി ഇപ്പോഴും സജീവമാണ്. ആ വിധി ഇപ്പോഴും സജീവമാണ്. ഇതിനുശേഷം 2022 എപ്പോഴെങ്കിലും നിമിഷപ്രിയ കണ്ടിട്ടുണ്ടോ നേരിട്ട്? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് ഒരിക്കലും നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷെ നിരന്തരമായി നിമിഷപ്രിയയുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സംസാരിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് സംസാരിക്കാൻ നിമിഷപ്രിയ സാഹചര്യമുണ്ട്. ഈ താങ്കൾ ശരിക്കും നാട്ടിൽ നിന്ന് നേരെ ഖത്തറിലേക്കാണോ പോയത്? കല്യാണത്തിന് ശേഷമാണോ ഖത്തറിലേക്ക് പോയത്? അതിന് മുമ്പ് ഖത്തറിലായിരുന്നോ? ഞാൻ നേരത്തെ ഖത്തറിലായിരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞ് 6-7 മാസം കഴിഞ്ഞപ്പോൾ യമനിലേക്ക് പോയത്. ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ജോലി അന്വേഷിച്ച് യമനിലേക്ക് പോയതാണോ? കാര്യം യമനിൽ എപ്പോഴും ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണല്ലോ. അല്ല, ആഭ്യന്തര യുദ്ധം അന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലായിരുന്നു. ഓക്കെ. താങ്കളുടെ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് വൈഫ് അവിടെ യമനിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് പിന്നെ കല്യാണം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഇത്തിരി സുഖമില്ലാതെ വന്ന സമയത്ത് കുറച്ച് നാൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നീട് പോകാൻ നേരത്ത് അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനിച്ചു കുറച്ച് നാളത്തേക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ഒരു 5 ഇയർ, നേരത്തെ 3 വർഷം വൈഫ് ഉണ്ടായിരുന്നു. അപ്പം വേറെ രാജ്യത്തേക്ക് വല്ലതും പോകാം എന്നും പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്നതിന് ശേഷം ഒരു വൈഫ്, കുഞ്ഞുവാവ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പോയതാണ്. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു ചെറിയൊരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള കടമൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പോയി. ഞാൻ അതിലേക്ക് വരാം. ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പം നിമിഷപ്രിയ ഇങ്ങനെ ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട് യമനിലെ ഒരു ജയിലിൽ കഴിയുന്നു എന്ന കാര്യം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ വളരെ അപൂർവ ആൾക്കാർക്ക് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. അഭിഭാഷകന്റെ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും ഇവരുടെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം? അത് ഏത് സാഹചര്യത്തിലുണ്ടായി? സത്യത്തിൽ നിമിഷ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി കേരളക്കര എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് പ്രവാസത്തിന്റെ ഒരു വലിയ വിഭാഗമുള്ള ആളുകളാണ്. മലയാളികൾ ഈ പ്രവാസത്തിന്റെ നിരവധിയായ വെല്ലുവിളികൾ എല്ലാ കാലഘട്ടത്തിലും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും കഫാല പോലെയുള്ള ഈ പറയുന്ന അടിമ സമ്പ്രദായം, അത്തരം വിസ സാഹചര്യം നിൽക്കുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് ഇപ്പോൾ നേരത്തെ ടോമി, നിമിഷയുടെ ഭർത്താവ് സൂചിപ്പിച്ചതുപോലെ, ടോമിയും മകളും കൂടി തിരിച്ചു വന്നതിന് ശേഷം ഇവരവിടെ ഒരു ആശുപത്രി ആരംഭിക്കുന്നു. യമനിൽ ഒരു ആശുപത്രി, ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. ആശുപത്രിയിൽ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. നിമിഷപ്രിയ അവരുടെ ട്രെയിൻഡ് നേഴ്സ് എന്നുള്ള ഒരു പിന്നെ പ്രൊഫഷണലി നേഴ്സായ നിമിഷപ്രിയ അങ്ങനെ ഒരു ക്ലിനിക് ആരംഭിക്കുന്നു. അതിന് പിന്നെ ആവശ്യമായ സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ഈ വിക്ടിമിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഉണ്ടാകുന്നു. ടോമിയും മകളും കൂടി തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നിമിഷപ്രിയ അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നീടുണ്ടായ പലതരത്തിലുള്ള പീഡനങ്ങൾ, അത് സാമ്പത്തികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ശാരീരികമായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കവയ്യാതെ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇയാളുമായിട്ടൊരു ബന്ധം വരാൻ കാരണം എന്താണ്? ഈ കൊല ചെയ്യപ്പെട്ട ആളുണ്ടല്ലോ, ഈ അബ്ദുൽ മഹദി എന്ന് പറയുന്നത്,
അയാളും ഇവരുമായിട്ട് നേരത്തെ സൗഹൃദമുണ്ടോ? നേരത്തെ ബന്ധമുള്ള സൗഹൃദമുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടി പാർട്ട്ണർഷിപ്പിൽ, അദ്ദേഹത്തിന്റെ കൂടി സ്പോൺസർഷിപ്പിലാണ് പിന്നെ നമുക്കുള്ള വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ കൂടി പിന്നെ പാർട്ട്ണർഷിപ്പോട് കൂടിയാണ് ഇത് തുടങ്ങുന്നത്, ഇവർ ആരംഭിക്കുന്നത്. കാരണം പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പ് എന്നുള്ള പിന്നെ ഒരു സഹായമാണ് ഇവർക്ക് ആവശ്യം വേണ്ടി വരുന്നത്. ഇവർ അതിനകത്ത് പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ക്ലിനിക്ക് ആരംഭിക്കുന്നു. അതിൽ അവിടുത്തെ ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്ന സമയത്ത് ആണ് ഇവർ തിരിച്ചു വരുന്നത്. തിരിച്ച് ടോമിക്കും മകൾക്കും തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. നിമിഷം അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം. ആ സമയത്ത് സാമ്പത്തികമായുള്ള എക്സ്പ്ലോയിറ്റേഷനും മറ്റൊക്കെ വരുന്ന സമയത്ത്, സാമ്പത്തികം ഉൾപ്പെടെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് വരുന്ന സമയത്ത് നിമിഷ രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ നിമിഷയ്ക്ക് പിന്നെ നിർദ്ദേശം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുന്നതാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും പാസ്പോർട്ട് കരസ്ഥമാക്കി പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഈ കാര്യം നേരത്തെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇയാൾ വല്ലാതെ പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ? നിമിഷ പറഞ്ഞിരുന്നോ? പക്ഷെ അന്നേരം അവൾക്ക് വിളിക്കാൻ പറ്റൂലായിരുന്നു. ഓക്കെ, അല്ല അപ്പോഴൊന്നും അമ്മയോട് ബന്ധപ്പെടുന്നില്ലായിരുന്നു അല്ലേ? ടോമിയോടോ? ടോമിയോട് പറയുമായിരുന്നു. ടോമി എന്നോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, മുഴുവനും പറഞ്ഞിട്ടില്ല. ഇത്രയും അപകടം പിടിച്ചാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അല്ലേ? ഈ പാസ്പോർട്ട് ഇയാളുടെ കയ്യിലാണെന്നും അത് എടുത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെയുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ